ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇന്ന് നെയ്ച്ചോറും ചിക്കൻ വറുത്ത് കറി വെച്ചതുമാണ് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ നമ്മൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 പേർക്കെങ്കിലും ആഹാരം വെച്ച് കൊടുത്തിട്ടേ നമ്മൾ വരുള്ളൂ. അപ്പോൾ നാളെ നമ്മൾ പോവുകയാണ്. അപ്പം ഇന്ന് നമ്മൾ അതേപോലെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആഹാരം ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഒരു 10 പേർക്കുള്ള ആഹാരം ചേർത്തുണ്ടാക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാനിന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയുമാണ്. അപ്പം ആദ്യം നമുക്ക് ചിക്കൻ വറുക്കാൻ വേണ്ടി ഉള്ള മസാലകളൊക്കെ പുരട്ടാം. പെട്ടെന്നുള്ള വരവ് കാരണം നമ്മൾ മുളക് പൊടി എടുത്ത് വെക്കാനിട്ട് മറന്നായിരുന്നു. മുളക് പൊടി മാത്രമല്ല, ഇന്ന് കുറേ മസാലകളെല്ലാം നമുക്ക് കുറവുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ നിന്ന് വാങ്ങിക്കുമായിരുന്നു. ഇവിടെ ആച്ചിയാണ് കൂടുതലായിട്ടും പോകുന്നത്. അപ്പം ആച്ചിയുടെ പിരിയമുളക് പൊടി ഇട്ടു. ഇത് നമ്മൾ മഞ്ഞപ്പൊടി ഇത് നമ്മൾ കൊണ്ടുവന്നത് തന്നെയാണ്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ്, ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു നാരങ്ങയും കൂടെ നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. ചിക്കൻ വറുക്കാൻ വേണ്ടി നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതായത് 3 കിലോ ചിക്കനാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ ഫ്രൈ പാൻ ആയതുകൊണ്ട് നമുക്കൊരു 3-4 പ്രാവശ്യമായിട്ട് വറുത്തെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ജീരകച്ചമ്പാട് അരിയാണ് വാങ്ങിച്ചേക്കുന്നത്. അതും ഒരു 3 കിലോയാണ് വാങ്ങിയത്. ഇപ്പം നമ്മൾ 2 പേരേ ഉള്ളൂ. എന്നാലും നമ്മൾ ബാക്കിയുള്ളവർക്ക് ഇവിടെ വെളിയിൽ കൊടുക്കാൻ വേണ്ടിയാണ്. ഒരുപാട് പേർക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളെക്കൊണ്ട് കഴിയുന്ന ഒരു 3 പേർക്കെങ്കിലും കൊടുക്കാമല്ലോ. അതും അവർക്ക് തൃപ്തി അനുസരിച്ച് ഞാൻ ഇന്നും പറയാറുള്ളതാണത്. നമുക്കിനി എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഒത്തിരി വീട്ടിലെ പോലെ ഒന്നും നമുക്ക് പാത്രങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഉള്ളത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ചെറിയ ഒരു ഫ്രൈ പാനാണ് ഇവിടെ നമുക്കുള്ളത്. ഇതിൽ നമ്മൾ ഇപ്പോഴേ വറുത്താലേ ഉള്ളൂ. ചിക്കൻ ഒരു 11:30 ആകുമ്പോൾ വേണം ആഹാരം കൊടുക്കാൻ. എന്നാലേ ഉള്ളൂ അവർക്ക് വിശന്നിരിക്കുമ്പോൾ കഴിക്കും. ചിലവർ രാവിലെ ആഹാരം കിട്ടാതെ ഇരിക്കുന്നവരായിരിക്കുമേ. ഒരു 2-3 പ്രാവശ്യം കൊണ്ട് വറുത്ത് കോരാൻ പറ്റുമോ തോന്നുന്നില്ല. നോക്കാം. നമ്മൾ ഇന്നലെ മല്ലിയില ഞാൻ കഴുകി വെച്ചായിരുന്നു. ശകലം കേടായി കേട്ടോ. നമ്മൾ അവിടുത്തെ പോലെ ഫ്രിഡ്ജോ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇന്ന് പക്ഷേ ഞാൻ വാങ്ങിച്ചത് നല്ല ഫ്രഷായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എങ്ങനെ നമ്മുടെ രീതി വെക്കണമെന്ന് ഓർത്താലും ചോറ് ഞാൻ തമിഴ്നാട് സ്റ്റൈലിലേ വെക്കുള്ളൂ. കാരണം ആ മക്കൾ തിന്നുന്നതാണ് നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു. ചിക്കൻ പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ വറുത്ത് കറി വെക്കുകയാണ്. ഫ്രഷായിട്ടുള്ള പുതിനയില കിട്ടിയിട്ടുണ്ട്. വറുക്കാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇനിയും വറുക്കാനുണ്ട്. ഇനി ഒരു 3 പ്രാവശ്യമെങ്കിലും ഇടാനുള്ളതുണ്ട്. നമുക്ക് സൗകര്യങ്ങൾ കുറവായെങ്കിലും ക്ഷമയോടെ നമ്മൾ ഉണ്ടാക്കുകയാണ്. ഇല്ലെങ്കിൽ കൈയും പൊള്ളും കാലും പൊള്ളും. അടുപ്പ് അത്ര ശരിയല്ല. ഒത്തിരി നാളായി. ഇനിയിപ്പോൾ അടുപ്പൊന്ന് മാറ്റണം. ചിക്കൻ കറി വെക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് ഇനി സബോള നല്ലോണം നമുക്കൊരു ഗോൾഡ് കളർ ആകുന്നവരെ വഴറ്റിയെടുക്കാം. സബോള കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് വഴിയെടുക്കാൻ പാടാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ വറുക്കുമ്പോഴും ഉപ്പിട്ടത് കൊണ്ട് ഇതിൻ്റെ പരുവത്തിനനുസരിച്ചുള്ള ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ചതച്ച് ഒരു കവറിൽ വെച്ചിട്ടാണ് ചതച്ചേക്കുന്നത്. നിങ്ങൾ ഓർക്കരുത് ഇതെന്നെ ഇങ്ങനെയാണ്. ഇവിടെ മിക്സി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്.
ശമ്പളം കൊടുത്ത ആളെ കൊണ്ടുവന്ന എന്നിട്ട് ഒരു ഉപകാരമില്ല. നല്ലോണം കൂടെ ഇളക്കണം. എനിക്ക് തവി ശരിയാകുകയില്ല, അതുകൊണ്ട് വേറൊരു തവി മാറ്റണം. ഇനി നമ്മൾ വറുത്ത് കോരിയ എണ്ണ ശകലം ഉണ്ടായിരുന്നു, അതിനകത്ത് വരാതിരിക്കാൻ വെള്ളം കൂട്ടി ഒഴിക്കുക. ഈ വെള്ളം മതി നമുക്ക്. എന്ന് വെച്ചാൽ നല്ലോണം ഡീപ് ഫ്രൈ ആണിത്. പാക്കറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഗ്രേവി ആയിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ നല്ലോണം ഇത് ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് ഒരുപാട് വേവിക്കണം. ഈ മസാലയൊക്കെ നല്ലോണം ഒന്ന് വെട്ടിത്തിളച്ച് ആ മണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പം നമുക്കത് ഓഫാക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ചോറിന് വെക്കാനുള്ള നമ്മൾ വെളിയിൽ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറിൻ്റെ ഒന്നും റെസിപ്പിയുടെ ആവശ്യമൊന്നും ആർക്കുമില്ല, എല്ലാ കുഞ്ഞുങ്ങൾക്ക് വരെയും അറിയാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ അതിന് വേണ്ടുള്ള വെളിച്ചെണ്ണയും നെയ്യും എല്ലാം ഒഴിച്ചു. ചൂട് കൂടുതലാണ്, ശകലം മുന്തിരിപ്പരിപ്പൊക്കെ മൂത്തെന്ന് തോന്നുന്നത്. അരി കഴുകി വാരി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊരു 1/4 മണിക്കൂറായി കഴുകി വാരി വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് പറ്റിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ ചോറും കറിയും എല്ലാം റെഡിയായി. ആ സമയം കൊണ്ട് അതിപ്പോൾ സമയം ഒരു 11:30 ആയി കേട്ടോ. അപ്പം എല്ലാം മൊത്തത്തിൽ നമ്മൾ പാക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട 2 പൊതിയും പിന്നെ ഒരു ഉമ്മയും മോനും ഞാൻ പറഞ്ഞില്ല, അവർ 2 പേർക്കും 2 എണ്ണം. അങ്ങനെ മൊത്തത്തിലും ഞങ്ങളിങ്ങനെ 4 പൊതിയെടുത്ത് ഞങ്ങൾ കൊടുക്കാനുള്ളവർക്കും കൊടുത്തു. അൽഹംദുലില്ലാ, ഇത്രയേ ഉള്ളൂ വീഡിയോ.